വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ് അക്കാദമി ആണ്. സോ യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കണം അല്ലേ? കാരണം നമുക്കറിയാം നമ്മുടെ പരീക്ഷയുടെ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളെങ്കിൽ പോലും അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം നമുക്ക് പരീക്ഷയ്ക്കൊക്കെ പോകാനായിട്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ പഠിച്ചു പോവാം അല്ലെ? അപ്പൊ നമ്മുടെ ആദ്യത്തെ ഒരു ചോദ്യം ഇതാണ്. നമ്മുടെ വീടിനെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു അല്ലെ? വീട് പണിയെ പറ്റിയും അതുപോലെ വീട്ടിലുള്ള വ്യത്യസ്ത മുറികളെ പറ്റിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പൊ ചോദ്യം ശ്രദ്ധിക്കാം മക്കള്. വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകൾ ഏതൊക്കെ? വീടിന്റെ ചിത്രവുമായി വരച്ചു യോജിപ്പിക്കുക. അപ്പൊ ഇവിടെ എന്താണ്, ഒരു വീടിന്റെ ചിത്രം തന്നിട്ടുണ്ട്. ചുറ്റുപാടും ഒരുപാട് ജോലികൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? എന്തൊക്കെയുണ്ട്? തയ്യൽ, പോലീസ്, പെയിന്റിംഗ്, എഞ്ചിനീയറിംഗ്, അധ്യാപനം, മരപ്പണി, വയറിംഗ്, വാർപ്പുപണി, ഇഷ്ടം പോലെ അല്ലെ? ഇതിൽ ഏതൊക്കെയോ തൊഴിലുകൾ, ഏതൊക്കെയോ ജോലികൾ നമ്മളെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ നേരെ വരച്ചു ചേർക്കണം. അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. തയ്യൽ എന്ന് പറയുന്നത് എന്തല്ല, വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലി അല്ല അല്ലെ? അടുത്തത് പോലീസ് കാണുന്നുണ്ട്. പോലീസും എന്തല്ല, ഈ പറയുന്ന രീതിയിൽ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലിയല്ല. നെക്സ്റ്റ് എന്റെ മക്കള് നോക്കിയേ, പെയിന്റിംഗ് ഉണ്ട്. അപ്പൊ പെയിന്റിങ് നമുക്കറിയാം വീട് നിർമ്മാണവുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തൊഴിലാണ് അല്ലെ, അല്ലെങ്കിൽ ഒരു ജോലിയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പെയിന്റിങ്ങിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ വീടിന്റെ നേരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ? അടുത്തത് ഏതാണ് നോക്കിയേ, എഞ്ചിനീയറിംഗ്. യെസ്, നമുക്കറിയാം അല്ലെ, എഞ്ചിനീയറിംഗ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഈ പറയുന്ന രീതിയിൽ ആ വീടിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എഞ്ചിനീയേഴ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പോയി കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. എഞ്ചിനീയേഴ്സ് ഒക്കെ വീട്ടിൽ വരാറുണ്ട് അല്ലെ? വീട് നിർമ്മാണമൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പൊ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ പല ഫീൽഡ് ഉണ്ട് കേട്ടോ. അതിൽ ചിലത് എന്താണ്, വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഞ്ചിനീയറിംഗ് അല്ലെ? എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന തൊഴിലിനെ നമുക്ക് വരച്ചു ചേർക്കാം. അടുത്ത നോക്കിയോ, അധ്യാപനം. അധ്യാപനം ഒരു ജോലിയാണ്, പക്ഷെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടതാണോ? അല്ല അല്ലെ? മരപ്പണി. യെസ്, മരപ്പണി ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ വീട് നിർമ്മാണം പൂർത്തിയാവുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഈ മരപ്പണീനെ എന്ത് ചെയ്യാം, നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെടുത്താം. അടുത്ത എന്താണ്, നമ്മുടെ വയറിങ്. നമുക്കറിയാം യെസ്, എന്താണ്, നമ്മുടെ വീട്ടില് കറണ്ട് ഒക്കെ വേണമെങ്കിൽ എന്ത് വേണം, വയറിങ് എന്ന് പറയുന്നത് ആ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലിയാണ് അല്ലെ? അപ്പൊ അതിലേക്ക് നമ്മൾ വരച്ചു ചേർത്തു. നെക്സ്റ്റ് ഇതാ വാർപ്പ് പണി. യെസ്, നമ്മുടെ കോൺക്രീറ്റ് വീടൊക്കെയാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ, വീട് പല രീതിയിൽ നിർമ്മിക്കുക അല്ലെ? അപ്പൊ കോൺക്രീറ്റ് വീടൊക്കെ ആണെങ്കിൽ ഈ വാർപ്പ് പണി എന്ന് പറയുന്നത് എന്താണ്, യെസ്, നമ്മുടെ വീട് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ജോലിയാണ് അല്ലെ? അത് നമ്മൾ എന്ത് ചെയ്തു, വരച്ചു ചേർത്തു. അപ്പൊ തയ്യലും പോലീസും അധ്യാപനവും ഒഴിച്ചിട്ടുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് വീടുമായിട്ട് വരച്ചു ചേർത്തിട്ടുണ്ട്. അപ്പൊ എന്റെ മക്കൾക്ക് ക്രിസ്മസ് എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. നമുക്ക് വരച്ചു ചേർക്കാനൊക്കെയുള്ള ചോദ്യങ്ങൾ അതിലുണ്ടാവും. പക്ഷെ നമ്മൾ കാര്യം എന്ത് ചെയ്യണം, ഇതുപോലെ മനസ്സിലാക്കണം. അടുത്ത നോക്കിയ, ഒരു വീട്ടിൽ ഒരുപാട് മുറികൾ ഉണ്ടാകുമല്ലോ, ഏതൊക്കെയാണ്, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമുക്കറിയുന്ന കാര്യങ്ങൾ എഴുതിയാൽ മതി. ഇവിടെ നോക്കിയ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുകയാണ്, കലവറ. കലവറ എന്തിനു വേണ്ടിയിട്ടാണ്, സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ എന്റെ മക്കൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തല്ലേ, നിങ്ങളുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് വീടിനെ പറ്റി ഒന്ന് ചിന്തിച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നെ, നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള മുറികളുണ്ട്, അത് എന്തിനൊക്കെ വേണ്ടിയിട്ടാ ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്കറിയാം അല്ലെ, ഒരു വീടാവുന്ന സമയത്ത് എന്തായാലും എന്താണ്, അടുക്കള ഉണ്ടായിരിക്കും അല്ലെ? അടുക്കള ഇല്ലാതിരിക്കോ? ഇല്ല. അടുക്കള എന്തിനു വേണ്ടിയിട്ടാണ്, ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അടുക്കളയിൽ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഭക്ഷണം പാകം ചെയ്യുന്നത് അല്ലെ? ഭക്ഷണം പാകം ചെയ്യാൻ എന്ന് എഴുതാം അല്ലെ നമുക്ക്? ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്ത് എഴുതും നമ്മള്, എന്ത് എഴുതും, അടുക്കള കഴിഞ്ഞു അല്ലെ, കലവറയായി. നമുക്ക് എന്താണ്, ബെഡ്റൂം ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ മലയാളത്തിൽ നമുക്ക് കിടപ്പുമുറി എന്ന് എഴുതാം. അപ്പൊ ബെഡ്റൂം അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ കിടപ്പുമുറി ഉണ്ട്. കിടപ്പുമുറി എന്തിനു വേണ്ടിയിട്ടാ, കിടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അതായത് നമുക്കൊന്ന് വിശ്രമിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അല്ലെ, നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കിടപ്പുമുറിയിലേക്ക്, നമ്മുടെ ബെഡ്റൂമിലേക്ക് അല്ലേ നമ്മൾ പോകുന്നത്. അടുത്ത എന്താ എഴുതാം, കുളിമുറി. നമ്മൾ 2 നേരം കുളിക്കുന്ന ആളുകളാണ് അല്ലെ? രാവിലെയും കുളിക്കും, സ്കൂളിൽ നിന്ന് വന്നിട്ടും കുളിക്കും അല്ലെ? അപ്പൊ കുളിക്കാൻ നമ്മൾ പോകുന്നത് എവിടെയാണ്, നമ്മുടെ കുളിമുറിയിലേക്കാണ്. അപ്പൊ കുളിമുറി.
എഴുതി ഞാൻ. ഇനിയിപ്പോ ചില വീടുകളിൽ എന്താണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പഠനമുറിയൊക്കെ ഉണ്ടാവില്ലേ, ഒരു ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട്. ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നുമില്ല, എന്നാലും ഉള്ള വീടുകളും ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് പഠനമുറി എഴുതാം. പഠനമുറി എന്തിനു വേണ്ടിയിട്ടാ? പഠിക്കാനാണ് അല്ലെ. പഠനമുറി ഇല്ല എന്ന് വിചാരിച്ചിട്ട് പഠിക്കാണ്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. മിസ്സിന്റെ വീട്ടിലൊന്നും പഠനമുറി സെപ്പറേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ മിസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താണ്, എല്ലാ വീട്ടിലും എല്ലാ മുറികളും ഉണ്ടാവണം എന്നൊന്നുമില്ല, എന്നാലും അടുക്കളയൊക്കെ അല്ലെങ്കിൽ കിടപ്പുമുറിയൊക്കെ എന്താണ്, കുളിമുറിയൊക്കെ എന്താണ് നമ്മുടെ മിക്ക വീടുകളിലും ഉള്ളത് തന്നെയാണ് അല്ലെ. ഇപ്പൊ പഠനമുറി ഉണ്ടായിരിക്കാം അല്ലെ, ഡൈനിങ് ഹാൾ ഉണ്ടായിരിക്കാം, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അല്ലെ വരാന്ത ഉണ്ടായിരിക്കാം, ഈ പറയുന്ന പോലെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റോർ റൂം അല്ലെ, അതാണ് നമ്മൾ കലവറ എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ചില വീടുകളിൽ പൂജാമുറി ഉണ്ടായിരിക്കാം. അപ്പൊ പല രീതിയിലുള്ള മുറികൾ എല്ലാം ചേർന്നതാണ് എന്താ നമ്മുടെ എല്ലാവരുടെയും വീട് അല്ലെ. അപ്പൊ എന്റെ മക്കൾക്ക് മിസ് ഒരു ആക്ടിവിറ്റി തരുവാണ്. എന്താ ആക്ടിവിറ്റി എന്നറിയോ? നിങ്ങളുടെ വീട് അല്ലെ, എന്റെ വീട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീടിനെ പറ്റി, നിങ്ങളുടെ വീട്ടിലുള്ള മുറികളെ പറ്റി, നിങ്ങളുടെ വീട്ടില് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു അടിപൊളി കുറിപ്പ് തയ്യാറാക്കണം. കുറിപ്പ് എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ. എന്താണ് നിങ്ങളുടെ വീടിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് എഴുതി സൂക്ഷിച്ചാൽ മതി. അപ്പൊ തൽക്കാലത്തേക്ക് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.